ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് മന്ത് കേക്കാണ്. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. കേക്ക് ഐസിങ് ആൻഡ് ഡെക്കറേഷൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കേക്കിലോട്ടുള്ള ഫോണ്ടൻ വർക്ക്സ് ആണ് കേട്ടോ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പകുതി ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്താൽ വേഗം അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൽ പേര് പറഞ്ഞിട്ട് ½ എന്ന് പറഞ്ഞിട്ടൊരു ഹാഫ് മന്ത് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കേക്കിലോട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കളർ ആഡ് ചെയ്യുമ്പോൾ ഏത് കളറാണോ നമുക്ക് ആവശ്യം അതിന് മാത്രം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് മാജിക് കളേഴ്സിൽ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് കളേഴ്സാണ്. ഞാൻ മിക്ക കേക്ക്സ് ചെയ്യുമ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ചെയ്യാറ്. ഒരുപാട് കളേഴ്സ് ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതാ കേക്ക് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ സ്പഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ സ്പഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതൊരു ഹാഫ് മന്ത് കേക്ക് എന്ന് പറയുമ്പോൾ ഹാഫായിട്ട് തോന്നുന്ന ഒരു 1 kg കേക്കാണ്. ഇതിന് ഫ്ലേവർ വന്നിട്ട് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കേക്ക് മേക്കിംഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഐസിങ് മാത്രം എടുക്കാനുള്ള നേരം കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെയുള്ള ഹാഫ് തീം കേക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർക്ക് വിപ്പിംഗ് ക്രീം ഐസിങ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോപ്പ് പോർഷനിൽ നല്ലപോലെ ഒരേ ലെവലിൽ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ബാക്കി അടിയിലോട്ട് ക്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പല ആൾക്കാരും വിചാരിക്കാറുണ്ട് കേട്ടോ, ഒരു 60 or 30 seconds വീഡിയോ ഇടുമ്പോഴത്തേനും അവർ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എളുപ്പം അല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമ വേണം. ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഹാഫ് മന്ത് കേക്കാണല്ലോ ചെയ്യണേ, അതിൻ്റെ ഒരു ബേബിയുടെ പ്രിൻ്റ് ഔട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എഡിബിൾ അല്ല പ്രിൻ്റ് ഔട്ട്, ഇത് നോർമൽ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ബേബിയുടെ പേര് ഹൈസാൻ എന്നാണ് പേര് വരിക. അത് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ മൗൾഡ് ഉണ്ടല്ലോ അതിൽ ചെയ്തത് നമ്മൾ കേക്കിൻ്റെ മേളിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കസ്റ്റമർ തന്ന റെഫറൻസ് പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കേക്കിൽ ചെയ്ത് കൊടുക്കുന്നത്. റെഫറൻസ് അതൊരു വൈറ്റും ആ ഒരു ബ്ലൂ കളേഴ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബേബിയുടെ ആ ഒരു അപ്പുറത്തുള്ള പോർഷൻസിലോട്ടായിട്ട് ചോക്ലേറ്റ് ഡ്രിപ്പിങ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടല്ല മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നോർമൽ നമ്മൾ കേക്ക് സിക്കിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണ പോലെ മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്കിലോട്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് അങ്ങോട്ട് ഒഴുകി പോകാണ്ട് നോർമലായിട്ട് നല്ല ഭംഗിയൊക്കെ നിന്നോളും. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രിപ്പിങ്ങിന് എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിനി ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. യൂട്യൂബിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ സബ്സ്ക്രൈബ് എന്ന് നമ്മളെ ഇൻസ്റ്റയിലാണ് ഒരുപാട്. ഇപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്യാറ്. 6 വർഷമായിട്ട് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഒരു വല്ലാത്തൊരു മടിയായിരുന്നു ആക്ച്വലി. പിന്നെ ഒരുപാട് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാനിനിപ്പോൾ അതിലോട്ട് പെട്ടെന്ന് പറഞ്ഞാൽ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾ എങ്ങനെയാണോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് തന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കേക്കിൽ നോസിൽ ഡിസൈൻസ് നമ്മൾ മേളിൽ കൊടുത്തിട്ടുണ്ട്. നോസിൽ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ക്രീം മെൽറ്റ് ആകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഈ നല്ല ഹീറ്റായിട്ടുള്ള ആൾക്കാർക്കാണ് ആ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഈ ഗ്ലൗസ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ബാക്കിയുള്ള ഫോണ്ടൻ ബോക്സും കൂടി നമ്മൾ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി, ഒരു വൈറ്റ് ടെഡിയാണ് കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്കിൽ. അപ്പോൾ അത് നമ്മൾ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തീം വൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഈ ഫോണ്ടൻ വർക്ക്സൊക്കെ കുറേ ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതെങ്ങനെ ചെയ്യുക, അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കേക്ക്സ് ആൻഡ് ബേക്കിംഗ് റിലേറ്റിംഗ് ആയിട്ടുള്ള എന്ത് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ അത് പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും.
അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഹാഫ് വേ ടു 1 മന്ത് അതായത് 6 മന്ത് ആയിട്ടുള്ള ഒരു ബേബിക്കുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ റീൽസ് ഇട്ടപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ കണ്ട് എൻ്റെ കൂടെ കൂട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊക്കെ ബിഗ് താങ്ക്സ് ഉണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും.